അഗ്രികൾച്ചറിന്റെ ഓഫീസിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒഫീഷ്യൽ സ്റ്റാഫാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. ഒരീത്തിനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ ഇതിനു മുമ്പ് ഞാൻ ഒരീത്തുമായിട്ട് ലൈവ് വന്നിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാം. സോ നമ്മുടെ അഗ്രികൾച്ചറൽ മേഖലയുടെ കുറച്ച് കാര്യങ്ങൾ ഒരീത്തിന് തന്നെ നിങ്ങളെ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം അറിയിപ്പില്ലാതെ ഒരു ലൈവ് വന്നത്. സോ ലെറ്റ്സ് ഹിയർ ഫ്രം ഒരീത്ത്. Hi, I'm Orit. I'm from the Agriculture Department in Kav Laoved. My first announcement, my first thing that I want to tell is for all the people that are not in Israel, okay? For all the people that are still in India. It's very important you will know that for now, there is no new recruitment of agriculture worker from India, okay? Only the people that already came here can work in agriculture, no new one. It was only for 3 months. It ended on February and no more. If people in India, agency, are trying to convince you that they can give you agriculture visa and that you should pay them and they show you any kind of paper or visa, it's fake. If they tell you you can come to visit Israel as a tourist and then when you arrive we will fix you agriculture visa, it's not true, okay? Don't believe them and don't give them your money. Not only the agencies and agencies, people in India, the people are working here. They are working as a sub-agent and they are, taking money from people. It's very important for you to know. No new agriculture worker can come from India. Now only in constructions and caregiving can come to Israel. No agriculture. Let me explain in Malayalam also. Okay. ഒരിത്ത് പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് അഗ്രികൾച്ചറൽ വിസ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. നോ മോർ റിക്രൂട്ട്മെന്റ്. നിങ്ങൾ നാട്ടിൽ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങളത് ചുമ്മാതെ പറയുന്നതെന്ന് പറയും. അപ്പൊ ഇവിടുത്തെ ഒഫീഷ്യൽ തന്നെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നാട്ടിലിരിക്കുന്നവർ, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പരിചയത്തിലുള്ളവരോ ആരെങ്കിലും ഈ അഗ്രികൾച്ചർ വിസയിലേക്ക് കൊണ്ട് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഫേക്കാണ്, ചുമ്മാതെയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞത്, ടൂറിസ്റ്റ് വിസയിൽ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അത് ജോബ് വിസ ആക്കി തരാം എന്ന് പറഞ്ഞിട്ടും നാട്ടിലെ ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യമില്ല. ലീഗലി അത് അലൗഡ് അല്ല. അഗ്രികൾച്ചറൽ മേഖലയിൽ നിലവില് വിസ സ്റ്റോപ്പ് ആണ്. ഓക്കെ. Now all the other things that I'm going to tell is about the people that already here and working in agriculture. This is for you, okay? The one that in Israel. ഇസ്രായേലിൽ ഓൾറെഡി വന്നിരിക്കുന്ന അഗ്രികൾച്ചറൽ മേഖലയിൽ വന്നിരിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. First thing, it's very important you should know. If you come to work in Israel with agriculture visa, you can work only in agriculture. You cannot change the sector to another thing. Agriculture is agriculture. You cannot come here and then change and work in restaurant or work as a caregiver. If you come to work in construction with construction visa, you can only work on construction, okay? If someone will find you working in a restaurant or working in a bakery or working as caregiver, but you came as agriculture worker, they might arrest you and deport you from Israel. They already did it for some people. Okay. അഗ്രികൾച്ചറൽ മേഖലയിൽ ജോലി ചെയ്യാൻ വന്നിരിക്കുന്നവര് ആ മേഖലയിൽ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ. അവരുടെ വിസ വേറെ ഒരു ജോലിയിലേക്കും മാറ്റാൻ നിയമമില്ല. അത് ഇല്ലീഗലാണ്. അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും വേറൊരു ഇതിലേക്ക് മാറ്റി തരാം എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോയാൽ വേറെ സ്ഥലത്ത് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളെ എമിഗ്രേഷൻ ക്യാച്ച് ചെയ്താൽ അപ്ലൈഡ് അവർ ഡീപ്പോർട്ട് ചെയ്യും. രണ്ടാമതൊരു ചാൻസ് നിങ്ങൾക്കില്ല. അത് ഓൾറെഡി അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അഗ്രികൾച്ചറൽ മേഖലയിൽ വന്നിരിക്കുന്നവര് അഗ്രികൾച്ചറൽ മേഖലയിൽ തന്നെ ജോലി ചെയ്യണം. Okay. They don't care, the PIBA, the Israeli Immigration Authority, they don't care if you paid a lot of money to come to work in Israel. If they find you not working in agriculture as they should, they will deport you. Be careful. നമ്മുടെ നാട്ടിൽ ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്തിട്ട് വന്നതാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. നമ്മൾ അവിടെ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ. Okay. Now, even if you do work in agriculture in a farm, but your employer in that farm didn't fix the visa, and you work in a farm, but this one doesn't have a permit to hire migrant worker, so that's a problem. If you find yourself a new place to work, make sure that this place can provide you a valid agriculture visa, okay? Not all farmer in Israel can hire migrant worker, okay? They do have to be listed. Okay.
ഒരു മൈഗ്രന്റ് വർക്കറിനെ എടുക്കാനായിട്ട് പെർമിഷൻ ഉള്ള ഫാമേഴ്സിന് മാത്രമേ നമ്മളെപ്പോലുള്ളവരെ ഹയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഒരു ജോലിയിൽ നിന്ന് മാറി വേറൊരു ജോലിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പോകുന്ന ഫാർമർക്ക് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയർക്ക് നിങ്ങളെ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടോ, ആ വിസ ഉള്ള മീൻസ് ആൾക്കാരെ എടുക്കാനുള്ള വിസ പെർമിഷൻ ഉള്ള ആളാണോ എന്നറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ വേറൊരു ജോലിയിലേക്ക് പോകാവുള്ളൂ. ഈവൻ ഈ ഇതുപോലെ പോകുന്ന എംപ്ലോയർമാർക്ക് വിസ ഇല്ലാത്ത സ്ഥലത്താണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ, അതായത് അവർക്ക് പെർമിറ്റ് ഇല്ലാത്ത സ്ഥലത്താണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ വെച്ചാണെങ്കിൽ നിങ്ങളെ ക്യാച്ച് ചെയ്താൽ അത് പ്രോബ്ലം ആണ്. Even if this farm that you find, you do know that your friends are working there, so this guy this farmer have a permit to hire a migrant worker, make sure that he has enough permits for all of you, because maybe you have only 10 permits and you are the 11th workers. In that case, you will not get visa, and in that case, you also might be deported. Okay? അപ്പൊ നിങ്ങൾ ഇത് സെയിം കാര്യമാണ്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ജോലി മാറി പോകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ 10 വർക്കർ കാണും, ചിലപ്പോൾ 12 വർക്കർ കാണുമായിരിക്കും. ഒരുപാട് വർക്കർ ഉള്ളപ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് പെർമിഷൻ ഉണ്ടെന്ന്. പക്ഷെ ചിലപ്പോൾ അവർക്ക് ഒരു 5 വർക്കറെ എടുക്കാനേ പെർമിഷൻ കാണുള്ളായിരിക്കും. പക്ഷെ അവർ കൂടുതൽ ആൾക്കാരെ എടുത്തു വെക്കും. അപ്പൊ ആർക്കൊക്കെ വിസ കിട്ടും, ആർക്കൊക്കെ വിസ കിട്ടത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങൾ മാറിപ്പോകുമ്പോൾ ആ എംപ്ലോയർക്ക് പെർമിഷൻ ഉള്ളതാണോ, ഇത്രയും ആൾക്കാരെ എടുക്കാൻ പെർമിഷൻ ഉള്ളതാണോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ. If you want to change your employer, if you want to move to a new farm because for any reason, okay, it's okay, you can ask, but you need to contact your Israeli agency and ask them to find you an employer, a new one. Okay, don't just go without telling anybody, and it's better to do it through the agency. Okay, in that case, for sure you will go to another place with permits for you. Okay. ആരെങ്കിലും ജോലി മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഏജൻസി ത്രൂ തന്നെ ആയിരിക്കണം. ഏജൻസിയോട് പറയുക, ഏജൻസി ത്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് വിസ ഉള്ളതാണോ ഇല്ലെന്നുള്ളത് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഏജൻസിനെ ഇൻഫോം ചെയ്യുക, ഏജൻസി ത്രൂ മാത്രമായിരിക്കണം ജോലി മാറുന്നതെന്ന്. ഓക്കെ. If your Israeli agency don't help you, you contact them, but they said no, we cannot help you, you can always contact us in Kav LaOved, and we can talk with the agency for you and help you to find a new employer through the agency. Just talk with the agency and help you. Okay, me, Kav LaOved, I cannot find you an employer, but I can talk with the agency for you. ഓക്കെ. ഏതെങ്കിലും ഏജൻസികളിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ഏജൻസികൾ നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ, പുതിയൊരു ജോലിയിലേക്ക് മാറാനോ അല്ലെങ്കിൽ പുതിയൊരു ജോലി കണ്ടുപിടിക്കാനോ സഹായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കവലോദിനെ കോൺടാക്ട് ചെയ്യാം. കവലോദിന് ജോലി കണ്ടുപിടിച്ച് തരാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ഏജൻസിയോട് സംസാരിച്ച് നിയമപരമായിട്ടുള്ള വിസയുള്ള എംപ്ലോയറിന്റെ അടുത്തേക്ക് ജോലി മാറ്റി തരാൻ ഇവര് ഏജൻസിയോട് സംസാരിക്കാൻ പറ്റുന്നു. Okay. And if you left your employer without the agency, you have 90 days to find yourself a new employer with permit, with visa for you. Okay, but in those 90 days, you cannot work in any other thing than agriculture. If you will work in a restaurant, it will be a problem, even if you in these 90 days. Okay. ഒരു ജോബിൽ നിന്ന് നിങ്ങൾ ഇനി ഇൻ കേസ് ഏജൻസി ഒന്നും സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് പോയി നിങ്ങൾ പുറത്താ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 90 ദിവസമുണ്ട് തിരിച്ച് അഗ്രികൾച്ചർ മേഖലയിലേക്ക് പോകാനും മറ്റൊരു ജോബ് കണ്ടുപിടിക്കാനും. പക്ഷെ ഈ 90 ദിവസത്തിനുള്ളിൽ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പാടില്ല. അതായത് അഗ്രികൾച്ചറിൽ അല്ലാതെ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് പ്രോബ്ലം ആണ്. I mean, if the immigration will find them, they will deport them, right? Within this 90 days. If they found them working in another sector. Exactly. Yeah. ഈ 90 ഡേയ്സിന്റെ ഉള്ളിൽ നമ്മൾ വേറെ ഏതെങ്കിലും സെക്ടറിൽ വർക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ ഇമിഗ്രേഷൻ ക്യാച്ച് ചെയ്താൽ അവർ ഡീപ്പോർട്ട് ചെയ്യുന്നു. In those 90 days time, you can work in agriculture or not working at all. But if they find you in a bakery, they might arrest you and deport you. Okay. Okay, and that's it for now. If you have any problem, how many days before they need to inform the employer? Yeah, you need to. If you want to move to another employer and you find a new one by yourself, you need to inform your employer that you're leaving him. You cannot just go to sleep and then in the middle of the night or early in the morning just go without telling him. According to the law, you should tell him and the agency. And you should give them a advance notice. If you work there for less than 6 months, you should give him 1 day for each month that you work there. Like if you work 5 months, you should give them 5 days notice. Okay? If you work more than 6 months,
it's a little bit more. It's about like 2 weeks. I won't explain it exactly now. If you work more than 1 year, you should give him already 1 month's notice ahead before you leave. Okay? If not, if you don't give him this notice, so he can cut it off your last salary. ഓക്കെ, അതായത് നമ്മുടെ വർക്കിംഗ് സീനിയോറിറ്റി അനുസരിച്ച് 1 മാസം ജോലി ചെയ്തെങ്കിൽ 1 ദിവസം നമ്മൾ നേരത്തെ നോട്ടീസ് കൊടുക്കണം. 2 മാസം ആകുമ്പോൾ ഓരോ മാസത്തിനും ഓരോ ഡേയ്സ് ആഡ് ചെയ്ത് വരും. 6 മാസത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച മുമ്പേ നോട്ടീസ് കൊടുക്കണം. അതുപോലെ തന്നെ 1 വർഷം കണ്ടിന്യൂ ചെയ്തിട്ടാണ് മാറുന്നതെങ്കിൽ 1 മാസം. എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് ഇറ്റ്സ് സെയിം ലൈക്ക് ദ കെയർ ഗിവേഴ്സ് നോട്ടീസ് പീരിയഡ്. All the laws in Israel are the same for everybody. It's just sometimes okay. Even caregivers cannot go and work in agriculture. Okay, caregivers can work only in caregivers. Agriculture, but the Israeli law is basically the same for everybody. Okay, someone is asking why will I say? Sorry, I will come in few minutes. Just a minute. Sorry, അതൊരു ഇമ്പോർട്ടന്റ് കോൾ ആയിരുന്നു. മിസ്രാദ് അപ്പനിമിന്ന് എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. Sorry. Okay, let's continue. Okay. No, actually we already finished. I just want you to know that if you we were talking about the notice period, so it's the same like the caregivers and it's the same. And just if you have any problem with your employer or with your Israeli agency, and if they don't help you, you can always contact us, or you can also contact there's a CIMI, there's a call center that belongs to the Population and Immigration Authority. And just complain and contact them. We will help you, or people will help you. Someone is writing പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല. അവർ പറയുന്ന എല്ലാവരും ജോലിയിൽ നിന്ന് വേറെ മാറി. Okay, they are complaining that they don't get the visa in the passport. Even they are getting the employers, but they don't paste it to the passport because they said all of them, they are, you are running away from the job, so we don't want to paste the visa. So it's not allowed to do like that, right? If they get it, they need to paste it in the passport. Yeah, they cannot hold the visa in they're supposed to paste it in your passport. Yeah, this is what they should do. If in that case, you can contact us and we will help you. Okay, but if the employers doesn't get yet, whatever they can see in the website, it's valid, right? They are legal. They are legal, but it's also important to check that the name of the employer that's written in the visa on the website is the same employer that you're working with. Okay. നമ്മുടെ പാസ്പോർട്ടിൽ വിസ ഒട്ടിച്ച് ഇപ്പൊ എംപ്ലോയർമാരുടെ കയ്യിൽ കിട്ടിയിട്ട് ഒട്ടിച്ച് തരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അതല്ലാതെ എംപ്ലോയർമാരുടെ കയ്യിൽ കിട്ടാതെ നമുക്ക് വെബ്സൈറ്റിൽ മാത്രമേ കാണുന്നുള്ളെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ എംപ്ലോയറിന്റെ പേര്, നിങ്ങൾ ചെയ്യുന്ന ജോബിലെ എംപ്ലോയറിന്റെ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതാണ് ഇമ്പോർട്ടന്റ്. സോ I know the name of the employer written in Hebrew, but you can just do translation. They can do translate. Many are, they're taking screenshot and sending me to read, and I'm helping them. So we are happy to help you. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഒറിയത്തിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഒരിക്കലും വാട്സപ്പിലേക്ക് നിങ്ങൾ കോൾ ചെയ്യരുത്, വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുള്ളൂ. പ്രത്യേകം എന്നോട് മേ ബി യു സേ, ബിക്കോസ് ഇഫ് ഐ സേ ദേ വിൽ ടെൽ മേ ബി I don't want them to call you, so you can tell them about the calling and sending message. Okay. First thing, we do have a Facebook page which is in Thai and English, and you can always look there, and also you can send us messages on our Facebook. Our Facebook name is Kav La'Oved Agriculture. Okay, you can look for that on Facebook. This is first thing how you can contact us. The second thing, you can send us WhatsApp. Don't call, just send the written WhatsApp to our number, which is 052 I always forget 534-9873. Yeah, I can write in a comment box maybe later. Okay. I gave them already. All of them, they know. So this is you can write us on Facebook or on WhatsApp, and we will contact you later. Okay. And be patient because it's only me. Yeah. ഒരാള് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. Only one shiny. There's only one shiny. Okay. Thank you, Orit, for your valuable time. Thank you. എനിക്കറിയാം ഈ സമയത്ത് അഗ്രികൾച്ചറുകാർ ആരും ഫ്രീ അല്ല, എല്ലാവരും ജോലിയിലാണ്. അവര് വൈകുന്നേരം ഫ്രീ ആകുമ്പം
കണ്ടോളും. The people are working in agricultural sector, they are working now, so they are not available right now, but the live will be in Facebook. They will see it later. We also have leaflets with all the agriculture workers' rights. It's in English. It's on our website, it's on our Facebook, and I can send it to anyone that just asked that. Okay, so thank you everyone. Thank you. Bye bye. Bye.